നമസ്കാരം. ലൂസ് ടോക്കിലേക്ക് സ്വാഗതം. നമസ്കാരം. രാജ്മോഹൻ, ഈ ഇന്ത്യയും അമേരിക്കയും തമ്മിൽ വളരെ അടുപ്പമായിരുന്നു രാജ്യമാണ്. മൈ ഫ്രണ്ട് എന്നല്ലേ വിളിച്ചുകൊണ്ടിരുന്നത്. അല്ല, ആയിരുന്നു. നമ്മൾ വ്യക്തിപരമായി നല്ല ബന്ധമായിരുന്നു നമ്മുടെ പ്രധാനമന്ത്രിക്ക്. അതിനൊരു കാരണമുണ്ട്. അതായത് അടിസ്ഥാനപരമായി ട്രംപിൻ്റെ നമ്മളെപ്പോഴും ഈ വിദേശ രാജ്യങ്ങൾ അമേരിക്കയിലെയും ബ്രിട്ടനിലെയും ഒക്കെ രാഷ്ട്രീയം നോക്കുമ്പോൾ ഒരു ലെഫ്റ്റ് റൈറ്റ് രാഷ്ട്രീയം തന്നെ അവിടെയുള്ളത്. ഇപ്പം ഡെമോക്രാറ്റുകളും റിപ്പബ്ലിക്കൻസും അല്ലെങ്കിൽ ലേബർ പാർട്ടിയും കൺസർവേറ്റീവ് പാർട്ടിയും. ഈ റൈറ്റാണെന്ന് പറയുമ്പോഴും ഇവരെ തീവ്ര റൈറ്റ് അല്ല. ഇവിടെ നമ്മുടെ കോൺഗ്രസ് പോലാണ് റൈറ്റ് എന്ന് പറയുന്നത്. കോൺഗ്രസ് പാർട്ടി റൈറ്റ് എന്ന് പറയുന്നത്. ഈ ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ ലെഫ്റ്റാണ്. CPM-നേക്കാൾ മൃദുവാണെന്നേ ഉള്ളൂ, അത്രേ ഉള്ളൂ. അപ്പോൾ ഈ ഡെമോക്രാറ്റ് പാർട്ടി ഭരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് മോദി പ്രധാനമന്ത്രിയാവുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഒബാമയാണ്. സ്വാഭാവികമായും ഇന്ത്യയും അമേരിക്കയും തമ്മിലെ ബന്ധത്തെ ഇത് എങ്ങനെ ബാധിക്കുമെന്ന ആശങ്ക നമുക്കുണ്ടായിരുന്നു. കാരണം അന്ന് ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന മോദി വിസയ്ക്ക് പോലും നിഷേധിച്ചു. അപ്പൊ അങ്ങനെയുള്ള സ്ഥിതി അതേ മോദി അവർ ക്ഷണിച്ചു വരുത്തേണ്ടി വന്നു അവസാനം അമേരിക്ക. അല്ല, അതാ പറഞ്ഞത്. അല്ല, പക്ഷെ ഞാൻ പറഞ്ഞത് എന്നിട്ട് പോലും ഈ ഇന്ത്യയും അമേരിക്കയും തമ്മിൽ ഭേദപ്പെട്ട ബന്ധമായിരുന്നു മോദിയുടെ ഒന്നാം ടൈമിൽ. ഒബാമ ഇന്ത്യയിൽ വരികയും ചെയ്തു. ഒബാമ വന്നു. അത്ര സാഹചര്യം ഉണ്ടായിരുന്നു. ഇനി 2016 ട്രംപ് വന്നു. അപ്പം തീവ്ര ബന്ധമായി. കാരണം ട്രംപിൻ്റെ രാഷ്ട്രീയം റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ രാഷ്ട്രീയം അല്ല. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ട്രംപിൻ്റെ രാഷ്ട്രീയം റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ രാഷ്ട്രീയമല്ല. ട്രംപിൻ്റേത് തീവ്ര റൈറ്റ് വിങ് പാർട്ടിയാണ്. അതാണ് BJP. മോദിയുടെ രാഷ്ട്രീയം എന്താണ്? ഒരു എക്സ്ട്രീം റൈറ്റ് വിങ് ആണ്. അപ്പോൾ ഇവർ തമ്മിൽ വ്യക്തിപരമായ അടുപ്പ്. അത് മാത്രമല്ല, ലോകത്ത് കുറേ അധികം നേതാക്കളുണ്ട്. ഈ പരസ്യം ഭിന്നതയാണെങ്കിലും ഒരേ സമാന സ്വഭാവമുള്ള നേതാക്കൾ. നെതന്യാഹു, മോദി, ട്രംപ്, ബ്രസീലിലെ പ്രസിഡന്റ് പുടിൻ, ഇവരൊക്കെ സമാന സ്വഭാവമുള്ള ആളുകളാണ്. അപ്പോൾ ഇവരുടെ ഐക്യം നെതർലൻഡ്സിൽ വന്നു, ജർമ്മനിയിൽ, ഫ്രാൻസിലൊക്കെ അവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളുണ്ട്. അപ്പം ഈ പശ്ചാത്തലത്തിൽ ഭയങ്കര ബന്ധമായിരുന്നു ഇന്ത്യയും ട്രംപും തമ്മിൽ, അമേരിക്കയും ഇന്ത്യയും തമ്മിൽ ഭയങ്കര ബന്ധമായിരുന്നു, അല്ലേ? അതെ. അത് പറഞ്ഞ് ബൈഡൻ വന്നപ്പോഴും ബന്ധം നിലനിർത്തി. അതായത് ബൈഡൻ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ പ്രതിനിധിയാണ്. പക്ഷേ അതിൻ്റെ ഒരു കാരണം 2001 ബുഷ് അധികാരത്തിൽ വരുമ്പോൾ എടുത്തിരിക്കുന്ന ഒരു ഡിസിഷനാണ്. കാരണം ഈ 90കളുടെ തുടക്കത്തിൽ ശീതയുദ്ധം പൂർണ്ണമായി തീർന്നു. 80കളുടെ ഒടുവിൽ ശീതയുദ്ധം തീരുന്നു, സോവിയറ്റ് യൂണിയൻ ഇല്ലാതാവുന്നു. പിന്നെ 90 മുതൽ 2000 വരെ 10 വർഷം അനിശ്ചിതത്വമാണ്. എന്ത് സംഭവിക്കുന്നതിനെ കുറിച്ച് ധാരണയൊന്നുമില്ല. 2000 ആയപ്പോഴേക്കുമാണ് ഒരു കാര്യം ബോധ്യമായത്. സോവിയറ്റ് യൂണിയനേക്കാൾ വലിയ ഭീഷണിയായിരിക്കും ചൈനയെന്ന് അമേരിക്കയ്ക്ക് ബോധ്യമായി. മഹാസത്യമൊക്കെ മനസ്സിലായത്. പണ്ടേതോടെ മനസ്സിലായിട്ടില്ലായിരുന്നു. പ്രത്യേകിച്ച് ഈ സമയത്താണ് ഈ പറയുന്ന 80കൾ മറ്റേ ഡിങ് സിയാവോപിങ് വന്നതിന് ശേഷമാണല്ലോ അവിടെ വലിയ മാറ്റങ്ങൾ വരുന്നത്. അവരെ എക്കണോമി മുഴുവൻ ചേഞ്ച് ചെയ്തു. അങ്ങനെ ഈ ഡിങ് സിയാവോപിങ്ങിൻ്റെ മാറ്റം ചൈനയിൽ കഴിഞ്ഞ ഏതാണ്ട് 80കൾ മുതൽ 2000 വരെയുള്ള കാലയളവിൽ വലിയ മാറ്റങ്ങളുണ്ടാക്കി. അതൊക്കെ കഴിഞ്ഞാണ് നരസിംഹറാവു വരേണ്ടി വന്നു നമുക്കിവിടെ മാറ്റം ഉണ്ടാവാൻ. 91 അന്ന് അതിനെ എതിർത്തിരുന്ന ഒരുപാട് പേരുടെ ഉണ്ടായിരുന്നു. പക്ഷെ അവരെല്ലാം പിൽക്കാലത്ത് തന്നെ അനുകൂലിക്കേണ്ടതെന്നുള്ളതാണ്. അല്ല, നരസിംഹറാവു ആണ് ഇന്ത്യയുടെ രക്ഷകൻ. നരസിംഹറാവു അദ്ദേഹത്തിന്റെ മന്ത്രിസഭയിലെ ധനകാര്യമന്ത്രിയായിരുന്ന മൻമോഹൻ സിംഗ്. അതെ, അവിടെ വരേണ്ടി വന്നു. പക്ഷെ അപ്പോഴേക്കും ചൈന തുടങ്ങിക്കഴിഞ്ഞിരുന്നു. ചൈന അപ്പോഴത്തേക്ക് ടേക്ക് ഓഫ് കഴിഞ്ഞു. അതാണ് ഇന്ത്യയും ചൈനയും തമ്മിലുണ്ടായ വ്യത്യാസം. അങ്ങനെ ചൈന 10 വർഷം കൊണ്ട് കുതിച്ചു കയറി ലോകത്തിൻ്റെ മാനുഫാക്ചറിങ് ഹബ്ബായപ്പോൾ അമേരിക്കയ്ക്ക് ബോധ്യമായി ചൈനയെ സൂക്ഷിക്കണമെന്ന്. അങ്ങനെയാണ് ബുഷിൻ്റെ കാലയളവ് മുതൽ ഇന്ത്യയും അമേരിക്കയും നല്ല ബന്ധം. അത് ഏത് പാർട്ടി ഭരിച്ചാലും ആ ബന്ധം നിൽക്കുമായിരുന്നു. ട്രംപ് ആണെങ്കിൽ കൂടുതൽ ശക്തമായിരുന്നു. അപ്പം ട്രംപ് മോദി വളരെ അൺഎത്തിക്കലായിട്ടുള്ള ഒരു പ്രവൃത്തി ചെയ്തു. അതായത് ട്രംപിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ പോയി വോട്ട് ചോദിക്കുമ്പോൾ സംസാരിച്ചു. സന്ദർശിക്കുന്ന ഒരു പ്രൈം മിനിസ്റ്റർ ഒരിക്കലും ഒരാൾക്ക് വോട്ട് ചോദിക്കാൻ പാടില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഈ ആഘാതത്തിന് ശക്തി കൂടുതലുള്ളത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു തെരഞ്ഞെടുപ്പിൽ വേറൊരു രാജ്യത്തിൻ്റെ ഭരണാധികാരി ഒരു രാജ്യത്തെ ആഭ്യന്തര തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുന്ന ഒന്നും ചെയ്യാൻ പാടില്ല. കാരണം ആരധികാരത്തിൽ വന്നാലും നമുക്ക് അതാണ് മോദിയുടെ ഭാഗത്തുള്ള ഒരു വീഴ്ച. ഇതിങ്ങനെയാണ് ഞാൻ പറഞ്ഞല്ലോ. അതായത് ഈ ഭരണാധികാരി ഈ സർവാധികാരികളെ ഭരണാധികാരികളുടെ ഒരു രീതിയാണ്. നമ്മുടെ പിണറായി വിജയൻ അങ്ങനെയാണ്. തെരഞ്ഞെടുപ്പ് സമയമാകുമ്പോൾ ചിലരെയൊക്കെ നിർബന്ധിച്ച് ചിലത് ചെയ്യിപ്പിക്കും. ചെയ്തില്ലെങ്കിൽ ശത്രുത. ഇത് തന്നെയാണ്.
അപ്പം അങ്ങനെ വന്ന് ഒരിക്കലും ഇന്ത്യയോ മോദിയോ പ്രതീക്ഷിക്കുന്നില്ല ട്രംപ് ഇങ്ങനെ ആവുമെന്ന്. നമുക്ക് വിശ്വസിക്കാൻ കഴിയാത്ത വിധത്തിൽ ട്രംപ് മാറിപ്പോയി. അല്ല, ഇന്ന് ഒരു അമേരിക്കയിലുള്ള ഒരു വിദഗ്ധൻ, ഒരു പൊളിറ്റിക്കൽ അനലിസ്റ്റ് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ട്രംപിനെ ഏറ്റവും അധികം ഫീൽ ചെയ്ത് നമ്മളിപ്പോൾ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതൊന്നുമല്ല, നമ്മുടെ ഓപ്പറേഷൻ സിന്ദൂറിൽ ട്രംപ് നടത്തിയ അവകാശവാദങ്ങളെ നമ്മൾ തള്ളി എന്നുള്ളതാണെന്നാണ്. അത് ട്രംപിന് ഭയങ്കരമായ അത് ഷോക്കിംഗ് ആയി എന്നാണ് പറയപ്പെടുന്നത്. അപ്പം ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ ട്രംപ് എന്തിന് അവകാശവാദം നടത്തി? എല്ലാത്തിനും അവകാശവാദം ഉന്നയിക്കുകയാണ്. അതല്ല ഞാൻ പറഞ്ഞത്. ട്രംപിൻ്റെ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ, ട്രംപ് മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, അമേരിക്കയെ എക്കാലത്തും അമേരിക്കൻ പ്രസിഡന്റുമാരെ എക്കാലത്തും ജനം ബഹുമാനിക്കുന്നുണ്ട്. അമേരിക്കൻ പ്രസിഡന്റുമാരുടെ വാക്കിന് വില കൊടുക്കുന്നുണ്ട് ലോകത്തെ എക്കാലത്തും. ഞാൻ പറഞ്ഞ പട്ടി എടുക്കുമ്പോൾ എത്ര മഹാന്മാരാണ് എബ്രാഹിം തൊട്ട് ഇങ്ങോട്ട്. അല്ല, ആളുകൾ അമേരിക്കൻ പ്രസിഡന്റുമാരുടെ ലോക പോലീസ് പദവിയെ എല്ലാവരും അംഗീകരിക്കുന്നുണ്ട്. അവരുടെ ശത്രുക്കൾ എന്ന് പറയുന്ന റഷ്യയും ചൈനയും ഇറാനും പോലും അംഗീകരിക്കുന്നുണ്ട്. പക്ഷേ രാഷ്ട്രീയം പറയുമ്പോൾ വ്യത്യസ്തമായിട്ടാണ്. അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, ചെയ്യാനുള്ളത് ചെയ്യണം, അതിന് പേര് ക്രെഡിറ്റ് എടുക്കാൻ ശ്രമിക്കരുത്. അത് എനിക്ക് തോന്നുന്നത് ഈ നോബൽ സമ്മാനം വാങ്ങിക്കാൻ നടക്കാനല്ലോ, ഇപ്പോൾ അതാണ് ഒരാഗ്രഹമാണല്ലോ, അതിൻ്റെ ഒരു ബയോഡേറ്റയുടെ ഒരു ഭാഗമാക്കാനായിരിക്കും. അല്ല, അത് അവിടെ ഇതിനകത്തൊരു കാര്യം എന്ന് വെച്ചാൽ, ട്രംപിൻ്റെ ഇടപെടൽ ഉണ്ടായി എന്നത് സത്യമാണ്. നമ്മുടെ ഓപ്പറേഷൻ സിന്ദൂർ അവസാനിപ്പിക്കുന്നതിൽ ട്രംപിൻ്റെ ആ ഇടപെടൽ നമുക്ക് ദോഷമായി, നമുക്കത് ഭംഗിയായി അവസാനിപ്പിക്കാൻ, നമ്മുടെ വിജയത്തിൽ എത്തിച്ച് അവസാനിപ്പിക്കുന്നതിന് മുമ്പേ ഇയാൾ ഇടപെട്ടു. അത് ഗുണകരമായ പാകിസ്ഥാനായിരുന്നു. അപ്പോൾ ഇതെങ്കിലും അവകാശപ്പെടുകയും കൂടെ ചെയ്താലോ? നമ്മുടെ ആഭ്യന്തര രാഷ്ട്രീയം നോക്കണം. അപ്പോൾ ട്രംപ് അതിന് നമുക്ക് മോദിയെയോ ഇന്ത്യയോ കുറ്റം പറയാൻ പറ്റുമോ? നമുക്ക് നിലപാടെടുത്തേ പറ്റുള്ളൂ. നമുക്ക് ഈ വിഷയത്തിൽ മാത്രമല്ല, കശ്മീർ വിഷയത്തിൽ മൂന്നാമതൊരാളുടെ മധ്യസ്ഥത അംഗീകരിക്കില്ല എന്നത് ഇന്ത്യയുടെ പ്രഖ്യാപിത നയമാണ്. പണ്ട് സിംല കരാർ ഒപ്പുവെച്ചത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്തല്ല, ലേവരാരും വിളിച്ചോണ്ട് വന്നിട്ടല്ലോ ആണല്ലോ. അപ്പോൾ ആ പശ്ചാത്തലത്തിൽ നമുക്ക് മോദിയെ കുറ്റപ്പെടാൻ പറ്റത്തില്ല. ട്രംപിനെ അത് ഹർട്ട് ചെയ്തു. കാരണം ട്രംപ് ലോകം മുഴുവൻ നടന്നു പറയുന്നു, ഞാനാണ് രക്ഷകെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഒന്നാമത്തെ പ്രശ്നം. യഥാർത്ഥത്തിൽ ഒരിക്കലും ട്രംപ് ഇന്ത്യയോടൊന്നല്ല ഒരു സുഹൃത്ത് രാജ്യത്തോടും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി ഇതിന് മറ്റൊരു കാര്യം കൂടെ നോക്കണം. ഈ താരിഫ് നിശ്ചയിക്കുന്ന ആരാണ്? പ്രധാനമന്ത്രിയാണോ? അല്ല. ഞാൻ ചോദിക്കുന്നത്, നമ്മുടെ പ്രധാനമന്ത്രിയോ അമേരിക്കൻ പ്രസിഡന്റോ ആണോ ആ രാജ്യത്തെ താരിഫ് നിശ്ചയിക്കുന്നത്? ഞാൻ ചോദിക്കുന്നത്, ഈ താരിഫ് എന്ന് പറയുന്ന സാധനം ഏതോ ഇറാനിലെ കഥയും കണ്ട് കഴിഞ്ഞ ദിവസം പറയുന്നത് കേട്ടു. വാല്യൂ കൂടിയത് കാരണം 0 വെട്ടാൻ പോവാന്ന്. ഏറ്റവും ഒടുവിൽ 0 വെട്ടാൻ കഴിഞ്ഞ സംഭവിച്ചാണ് നമ്മുടെ തോമസ് ഐസക്കിന്റെ ശാസ്ത്രം. അപ്പം ഇതേ തരത്തിലുള്ള ഒരു ഇടപെടലല്ലേ ട്രംപ്? ഒരു രാജ്യത്തിൻ്റെ പ്രസിഡന്റ് ചുമ്മാ എഴുന്നേറ്റിട്ട് ആ രാജ്യത്തെ ഇറക്കുമതി ചുങ്കം നിശ്ചയിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ തെറ്റായ കാര്യമാണ്. എന്നിട്ട് അവരെ വിളിച്ച് പറയുന്നു, നിങ്ങൾ കോംപ്രമൈസ് ചെയ്യാൻ നമുക്ക് സംസാരിക്കാം. ശരിയല്ല, അത് ശരിയായ നടപടിയല്ലല്ലോ. അപ്പം ആ തരത്തിൽ ട്രംപ് ഈ ഇറക്കുമതി ചുങ്കം പ്രഖ്യാപിച്ച് രംഗത്ത് വരുമ്പോൾ നിവൃത്തിയില്ലാതെ മറ്റ് രാജ്യങ്ങൾക്ക് ട്രംപിനെ വഴങ്ങേണ്ടി വരുന്നുണ്ട്. ഇപ്പം എനിക്ക് നമ്മുടെ കാര്യം വിട്, അമേരിക്കയുടെ സൗഹൃദ രാജ്യങ്ങളാണ് കാനഡ, ബ്രിട്ടൻ, യൂറോപ്യൻ രാജ്യങ്ങൾ, സൗത്ത് കൊറിയ, ജപ്പാൻ. ഇവർക്കെല്ലാം പണിഷ്മെൻ്റായിട്ട് ഇത് അടിച്ചു കൊടുത്തു. അവർക്ക് ബജറ്റ് ഡെഫിഷ്യൻസി ഉണ്ട്. ഈ ബജറ്റ് ഡെഫിഷ്യൻസി അല്ല കാരണം ശരി എല്ലാ സാധനത്തിനും ഇത്ര നികുതി എന്ന് പറയുമ്പോൾ ഇവർ മനസ്സിലാകാതെ പോകുന്ന കാര്യം, ട്രംപ് മനസ്സിലാക്കാത്ത അടിസ്ഥാനപരമായ സാമ്പത്തിക ശാസ്ത്രം അടിസ്ഥാനപരമായി ആർക്കാണത് ദോഷം ചെയ്യുന്നത്? അമേരിക്കൻ ജനത. ന്യൂയോർക്ക് ഗവർണർ തന്നെ പറഞ്ഞു കഴിഞ്ഞു, ഇവിടെ വിലക്കയറ്റം കാരണം ജനങ്ങൾ അമേരിക്കൻ ജനതയ്ക്കാണ്. ഞാൻ പറഞ്ഞത്, ഇവിടെ ഇറക്കുമതി എന്നൊരു സാധനം, ആ സാധനത്തിന് പരമാവധി ടാക്സ് ഇല്ലെങ്കിൽ മാത്രമേ ആ രാജ്യത്ത് അത് വില കുറച്ച് കൊടുക്കാൻ പറ്റൂ. അതിന് എത്ര ശതമാനം ഇട്ടാലും അത്രയും ശതമാനം വില കൂടുന്നത് ആർക്കാണ്? ജനതയ്ക്കാണ്. അതെ. അപ്പൊ പിന്നെ നമുക്ക് പറ്റുന്ന എവിടെയാണ്? നമുക്ക് സംഭവിക്കുന്നത് എവിടെയാണെന്ന് വെച്ചാൽ, നമ്മളെക്കാൾ കോമ്പറ്റീറ്റീവായിട്ടൊരു രാജ്യം വരുമ്പോൾ അവിടുന്ന് പോകും. ഉദാഹരണത്തിന് ഇതിപ്പോൾ അമേരിക്കയിലേക്ക് ഏറ്റവും കൂടുതൽ തുണിത്തരങ്ങൾ കയറ്റിവിടുന്നത് ഇന്ത്യ. കിറ്റക്സ് അടക്കമുള്ളവർ ഇന്ത്യ. കിറ്റക്സ് കുട്ടികളുടെ ഉടുപ്പ് മാത്രം. നമുക്കിവിടെ ഇപ്പോഴത്തെ കണക്കനുസരിച്ച് 55% ടാക്സ് ആയിട്ടുണ്ട്. ഈ 55% ടാക്സ് ആയാൽ നമ്മളെക്കാൾ ലാഭകരമായിട്ട് അവർക്ക് ബംഗ്ലാദേശിൽ നിന്ന് കൊണ്ടുവരാം. ബംഗ്ലാദേശിലും ഗാർമെൻറ്റ്സ് ഉണ്ടല്ലോ. അപ്പോൾ സ്വാഭാവികമായും നമ്മൾ തള്ളപ്പെടുകയും ബംഗ്ലാദേശ് കയറി വരികയും ചെയ്യും. പക്ഷേ അടിസ്ഥാനപരമായി ബംഗ്ലാദേശിനും ടാക്സ് ഉണ്ട്. അപ്പം നമ്മുടെ വില കുറഞ്ഞ തുണി അവിടെ ചെല്ലാതെ വരുമ്പോൾ ബംഗ്ലാദേശിൻ്റെ ടാക്സ് വരുമ്പോഴത്തേക്കും എന്തായാലും ബംഗ്ലാദേശ് ആർക്കാ വില കൂടുന്നത്? അമേരിക്കൻ ജനത. സാധാരണ അടിസ്ഥാനപരമായി ഇത് ദോഷം ചെയ്യുന്നത് അമേരിക്കൻ ജനതയ്ക്കാണ്. അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് പണം കൂടുമെന്ന് പറഞ്ഞാൽ അമേരിക്കൻ ജനതയ്ക്ക് പണം നഷ്ടം ഉണ്ടാവുകയാണ്. അമേരിക്കൻ ജനതയാണ് ടാക്സ് അടയ്ക്കേണ്ടത്, നമ്മളല്ല.
അല്ല മാത്രമല്ല അവിടെ ആൾറെഡി വലിയ നികുതി, വിദ്യാഭ്യാസത്തിനൊക്കെ ഒരുപാട് പൈസയല്ലേ, ഫീസ് കൊടുക്കാനൊക്കെ വലിയ തോതിൽ പൈസ ആവില്ല അമേരിക്കയിൽ. ഒരു പ്യുവർ ക്യാപിറ്റലിസം ആണ് അമേരിക്കയിൽ. ബ്രിട്ടനിലെയോ യൂറോപ്പിലെ പോലെ, യൂറോപ്പിലും ബ്രിട്ടനിലൊക്കെ പ്രത്യേകത എന്ന് വെച്ചാൽ അവിടെ ഒരു സോഷ്യൽ വെൽഫെയർ സിസ്റ്റം ഉണ്ട്. വെൽഫെയർ സ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരു ആ സംവിധാനം അവിടങ്ങളിലുണ്ട്. അവിടെയാണ് ശക്തമായിട്ടുള്ളത്. അതായത് ഈ മാർക്സിസം ഉണ്ടാകുന്നത് യൂറോപ്പിലാണെന്ന്. അപ്പോൾ യൂറോപ്പിൽ ഈ മാർക്സിസം പടർന്നു പിടിക്കുകയും സോവിയറ്റ് യൂണിയൻ രൂപപ്പെടുകയും ചെയ്തതോടുകൂടി യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളാകുമെന്ന ഭയം അവരെ ബാധിച്ചു. പ്രത്യേകിച്ച് രണ്ടാം ലോക യുദ്ധത്തിന് ശേഷം ഒരുപാട് ഈസ്റ്റേൺ യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളായി. പിൽക്കാലത്ത് പൊളിഞ്ഞു പോയി. പക്ഷേ ഈസ്റ്റേൺ യൂറോപ്യൻ രാജ്യങ്ങളുടെ വഴിയെ വെസ്റ്റേൺ യൂറോപ്യൻ രാജ്യങ്ങൾക്കും പോവേണ്ടി വരുന്ന ഭയം വന്നപ്പോൾ ഇവരെന്തെന്ന് വെച്ചാൽ ഈ മുതലാളിത്തത്തിലെ എന്താ കമ്മ്യൂണിസം ഉണ്ടായത് എങ്ങനെയാണ്? മുതലാളിത്തത്തിൽ ചൂഷണത്തിനെതിരെ. ഈ മുതലാളിത്തത്തിൽ ചൂഷണത്തിൻ്റെ പല ഘടകങ്ങളും അവർ വേണ്ടെന്ന് വയ്ക്കുകയും വെൽഫെയർ സ്റ്റേറ്റ് എന്ന സ്കീം കൊണ്ടുവരികയും ചെയ്തു. ഇപ്പം ഞാൻ പറഞ്ഞത്, ഇപ്പോൾ ബ്രിട്ടനിൽ ഞാൻ ജീവിക്കുകയാണെന്ന് കരുതുക. ഞാൻ ബ്രിട്ടനിൽ ജീവിച്ച് എനിക്ക് 2-3 വീടൊക്കെ ഉണ്ട്, എനിക്ക് നല്ല ബിസിനസ്സുണ്ട്, ഞാൻ സുഖമായി ജീവിക്കുന്നു. ഇത് ഞാൻ എൻ്റെ പിൻതലമുറക്കാർക്ക് കൊടുക്കണമെങ്കിൽ ഇൻഹെറിറ്റൻസ് ടാക്സ് എന്ന് പറഞ്ഞ വലിയ നികുതിയുണ്ട്. വലിയ നികുതിയാണ്. അല്ലാതെ ചുമ്മാ എന്നാ മോനെ നീ എടുത്തോമെന്ന് കൊടുത്തിട്ട് കാര്യമില്ല. എൻ്റെ മകന് ഞാൻ എൻ്റെ ഭൂമി കൊടുക്കണമെങ്കിൽ അതിന് വലിയ നികുതിയാണ്. ഇനി ഞാനത് കൊടുക്കാതിരുന്നാൽ അതുകൊണ്ട് സർക്കാരിന് ഇനി ഞാനത് കൊടുക്കാതിരുന്നാൽ എന്നെ നേഴ്സിംഗ് ഹോമിൽ നോക്കും. പക്ഷേ എൻ്റെ വസ്തു വിറ്റിട്ട് അതിൻ്റെ ചെലവ് മുഴുവൻ കഴിഞ്ഞിട്ടേ സർക്കാർ ഫണ്ട് തരത്തുള്ളൂ. എനിക്കൊന്നുമില്ലെന്ന് കരുതുക, എന്നെ നല്ല ലാവിഷായിട്ട് സർക്കാർ നോക്കും. ഉണ്ടെങ്കിൽ ആ പൈസ എടുത്തിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് അവിടെ തൊഴിലില്ലാത്തവർക്ക് ശമ്പളമുണ്ട്, അല്ലെങ്കിൽ രോഗി എല്ലാ തരത്തിലുള്ള ആനുകൂല്യങ്ങളും, കുട്ടികളെ നോക്കാൻ പണമുണ്ട്, ഒരുപാട് വെൽഫെയർ ഉണ്ട്. പക്ഷെ അമേരിക്കയിൽ ഇതൊന്നുമില്ല. അമേരിക്കയിൽ ചികിത്സ, ഇപ്പം ബ്രിട്ടനിൽ ചികിത്സ സൗജന്യമാണ്. ഇപ്പോൾ ഒരു ഇന്ത്യൻ പൗരത്വമുള്ള, ഇപ്പം എനിക്ക് വേണമെങ്കിൽ, എനിക്ക് ബ്രിട്ടീഷ് പൗരത്വമൊന്നുമില്ല, ഞാൻ ഇന്ത്യൻ പൗരനാണ്. പക്ഷേ ബ്രിട്ടനിൽ ദീർഘകാലമായി ബന്ധമുള്ളതുകൊണ്ട് എനിക്ക് സൗജന്യമായി ചികിത്സ കിട്ടും. അതാണ് അവിടുത്തെ സിസ്റ്റം. സൗജന്യ ചികിത്സ കിട്ടും. ഈവൻ സ്റ്റുഡൻറ്റ് വിസയിൽ അവിടെ ചേരുന്നവർക്കും ഇപ്പം ചെറിയ മാറ്റം വന്നു. ഇപ്പം മാറ്റം വന്നിരിക്കുന്നതിന് നിങ്ങൾ ഈ ഒരു NHS സർചാർജ് എന്ന് പറയുന്നൊരു സാധനമുണ്ട്. ഒരു പൈസ അടയ്ക്കണം. പക്ഷേ എന്നാൽ അതത്ര 1000 പൗണ്ട്, 1 ലക്ഷം രൂപയുള്ളൂ. 1 ലക്ഷം രൂപ കൊടുത്താൽ നിങ്ങൾ ഇവിടെ നമ്മുടെ മെഡിസിപ്പിന് 750 രൂപ മാസം പിടിക്കുന്നത്. അവിടെ 1 ലക്ഷം രൂപ അടച്ചാൽ എത്ര ചിലവായ ഓപ്പറേഷൻ സൗജന്യമാണ്. എന്ത് ചിലവായാലും സൗജന്യമാണ്. നേരത്തെ അതുപോലെ ഈ അടുത്ത കാലത്താണ് ഈ NHS സർചാർജ്. സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിലും ഇതേ രീതിയാണ്. സ്കാൻഡിനേവിയൻ രാജ്യങ്ങൾ കൂടുതലാണ്, ആനുകൂല്യങ്ങൾ കൂടുതലാണ്. സ്കാൻഡിനേവിയൻ രാജ്യങ്ങളാണ് ഈ ആനുകൂല്യങ്ങൾ കൂടുതൽ. നമ്മൾ രോഗബാധിതരായ ഹെലികോപ്റ്റർ വന്നവരെ നമ്മൾ കൊണ്ടുപോകും. അത് ആർക്കാണ്? നമ്മുടെ അവസ്ഥ മോശമാണെങ്കിൽ എങ്ങനെ വേണം കൊണ്ടുപോകും. സ്കാൻഡിനേവിയൻ രാജ്യങ്ങൾ കുറച്ചുകൂടെ നല്ല, കാരണം ബ്രിട്ടൻ അത്രയും തിരക്കില്ലല്ലോ. അപ്പം ഈ പറയുന്ന, നമ്മൾ പറഞ്ഞു വന്നത്, ഈ പറയുന്ന ഒരു വെൽഫെയർ സിസ്റ്റം ഒക്കെ അവിടെ ഉണ്ട്. അപ്പോൾ അമേരിക്കയിൽ ഇതൊന്നുമില്ല. എല്ലാ കാശാണ്. എല്ലാ ഇൻഷുറൻസ് എടുത്തോണം, പ്രൈവറ്റ് ഇൻഷുറൻസ് ആണ്. പ്രൈവറ്റ് ഇൻഷുറൻസ് ആയിക്കോട്ടെ, അത് ഈ ആശുപത്രി സ്ഥാപനങ്ങൾ നടന്നെന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നം ഉണ്ടായി ഉടൻ തന്നെ കേസായി, കോടതിയായി, പിടിച്ചു പറയുക, എന്തെല്ലാം പ്രശ്നമാണെന്നറിയാം. അവിടെ ദരിദ്രർ തെരുവിൽ കഴിയുന്നതാണ് അവിടെ ധാരാളം പേരുണ്ട് അമേരിക്കയിൽ. അപ്പോൾ ഈ ഒരു രാജ്യം, ഈ രാജ്യത്താണ് ഇപ്പോൾ ഇവർ ഈ പറയുന്ന മർക്കട മുഷ്ടി കാണിച്ച് ഭയപ്പെടുത്താൻ നോക്കുന്നത്. അവിടെ അവശ്യ വസ്തുക്കൾ, പാല്, മുട്ട, ഇറച്ചി, ഇതെല്ലാം ഭൂരിഭാഗം ഇറക്കുമതി ചെയ്യുന്നതാണ് പല രാജ്യങ്ങളിൽ. പ്രത്യേകിച്ച് ചൈനയിൽ നിന്ന് വരുന്ന വില കുറഞ്ഞ സാധനങ്ങളാണ് ഈ അമേരിക്ക മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. ഇപ്പോൾ അമേരിക്കയിൽ മുമ്പോട്ട് കൊണ്ടുപോകുന്നത് ഈ ചൈനയിൽ നിന്ന് വരുന്ന വില കുറഞ്ഞ സാധനങ്ങൾ. നമ്മുടെയൊക്കെ പിന്നെ പോട്ടെ, നമ്മൾ തുണിത്തരങ്ങളും കെമിക്കൽസും ഭക്ഷണ സാധനങ്ങൾ, ജുവലറി, അഗ്രികൾച്ചർ ഒക്കെ കുറവാണ്. നമ്മൾ ആ കാര്യയുടെ അഗ്രികൾച്ചർ നമുക്ക് വളരെ കുറച്ച് കൊടുക്കുന്നുള്ളൂ. നമ്മൾ ആകെപ്പാടെ ഇവിടെ നമ്മുടെ കേരളത്തിൽ നിന്ന് കുറേ മത്സ്യം പോകുന്നത്. ഇതൊന്നും പാവപ്പെട്ടന് ആവശ്യമുള്ളതല്ല. പക്ഷെ ചൈനയിൽ നിന്ന് കൊട്ടുന്ന സാധനം കൊണ്ടാണ് ആ രാജ്യം നിലനിൽക്കുന്നത്. നമ്മളിത് പറയുമ്പോഴും ചൈനയുടെ, ഞാൻ ഇന്നലെ എൻ്റെ മോള് പോയി ഒരു മുട്ടുസൂചി മേടിക്കാൻ പോയി. മുട്ടുസൂചി 5 രൂപ. ഇത്ര റൗണ്ടിൽ ഒരു നല്ല ഭംഗിയായിട്ട് കുറേ മുട്ടുസൂചി ഇങ്ങനെ അടുക്കി വെച്ച് ഓരോന്ന് 5 രൂപ. ഞാൻ പറഞ്ഞത്, ഞാനത് എടുത്തിട്ട് നോക്കി, ഇത് എങ്ങനെ ഈ 5 രൂപയ്ക്ക് ഇത് ഉണ്ടാക്കിയെടുക്കും? ചൈനീസാണ്. അവിടെ വന്ന സാധനമാണ്. അത് നമുക്ക് ഇവിടെ ഉണ്ടാക്കാൻ പറ്റുമോ? നമുക്കിവിടെ, ഞാൻ പറഞ്ഞു, അതാണ് ചൈന. അപ്പം ഇത്തരത്തിൽ ഒരു രാജ്യത്തെ പിണക്കിക്കൊണ്ട്, ഇന്ത്യയോ ചൈനയോ ഒന്നും പിണക്കിക്കൊണ്ട് ഇവർക്ക് മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല. അപ്പം ഈ പറയുന്നതൊക്കെ അസംബന്ധങ്ങളാണ്, പറയുന്നതൊക്കെ വിവരക്കേടുകളാണ്. അപ്പം ഞാൻ ചോദിക്കുക, ഇപ്പം എന്താണ് ഇപ്പം ഇന്ന് ഏറ്റവും ഒടുവിൽ പ്രഖ്യാപിച്ചത്? പ്രധാനമന്ത്രി പറഞ്ഞു, ഞങ്ങൾ പ്രഖ്യാപിച്ചത് 50% 25 ഉണ്ടായിരുന്നു, 25 കൂടെ കൂട്ടി.
ഞങ്ങളിതൊന്നും കൊണ്ട് പേടിക്കില്ല എന്ന രീതിയിൽ തന്നെയാണ് മോദി സംസാരിച്ചത്. അദ്ദേഹം പറഞ്ഞത് ഞങ്ങളുടെ നാട്ടിലെ കർഷകർ, മീൻപിടുത്തക്കാർ, കന്നുകാലി വളർത്തുന്നവർ, ഇവരെയൊന്നും വിട്ടിട്ടുള്ള ഒരു കളിക്ക് ഞങ്ങളില്ല. ഞങ്ങൾ അടിസ്ഥാന വർഗ്ഗം എന്ന് പറഞ്ഞാൽ ഇവരാണ്. ഇവരെ വിട്ടിട്ട് ഒരു കളിയില്ല. ഇത് ഒരുപാട് പ്രത്യാഘാതം ഉണ്ടാക്കുമെന്ന് എനിക്കറിയാം. വ്യക്തിപരമായ ഒരുപക്ഷെ എനിക്ക് പ്രശ്നം ഉണ്ടാകുമെന്ന് അറിയാം. പക്ഷേ അങ്ങനെ കീഴടങ്ങുന്ന പ്രശ്നമില്ല എന്ന് പറയാം. അവിടെയാണ് ഞാൻ പറഞ്ഞ എനിക്ക് മോദിയോട് വീണ്ടും ബഹുമാനവും സ്നേഹവും തോന്നുന്നൊരു കാര്യം. അല്ലെങ്കിൽ ട്രംപ് ഈ കാണിക്കുന്ന നാടകമൊക്കെ ഇപ്പോൾ ഇന്ത്യക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ച ആഭ്യന്തരമായി ട്രംപിന് വലിയ എതിർപ്പുണ്ട് അവിടെ. ഈ ഡെമോക്രാറ്റിക് പാർട്ടിയൊക്കെ ഇന്ത്യയുടെ പണം കരുതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ട്രംപ് മനഃപൂർവ്വം ഈ എതിർപ്പിനെ കുറയ്ക്കാൻ വേണ്ടിയാണ് റഷ്യയുടെ പേര് വന്നത്. റഷ്യ അല്ല അമേരിക്കയുടെ പ്രശ്നം. റഷ്യയിൽ നിന്ന് നമ്മളെക്കാളും എണ്ണ വാങ്ങിക്കുന്നത് ചൈനയാണ്. ആണ്. ചൈന വാങ്ങുന്നു. ഈവൻ റഷ്യയിൽ നിന്ന് ഇപ്പോഴും ഫെർട്ടിലൈസേഴ്സ് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്, അമേരിക്കയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. യൂറോപ്പ് പ്രകൃതിവാതകങ്ങൾ, നാച്ചുറൽ ഗ്യാസ് വാങ്ങുന്നുണ്ട്. അപ്പം ഇവരിതെല്ലാം ചെയ്യുന്നുണ്ട്. അതല്ല പ്രശ്നം. പ്രശ്നം വളരെ വളരെ വ്യക്തമാണ്. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അമേരിക്കയുടെ ഉൽപ്പന്നങ്ങൾ യാതൊരു നികുതിയുമില്ലാതെ ഇവിടേക്ക് ഡംപ് ചെയ്യണം. ഇതാണ് അവരാഗ്രഹിക്കുന്നത്. പക്ഷേ അതിന് വലിയ അപകടമുണ്ട്. ഇപ്പോൾ നമ്മൾ ബ്രിട്ടനുമായി വ്യാപാര കരാറുണ്ടാക്കി, സീറോയാണ്. നമുക്കിപ്പോൾ എന്തു സാധനവും നമ്മുടെ ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്ന 99% സാധനങ്ങളും ബ്രിട്ടനിലേക്ക് നമുക്ക് ഒരു ടാക്സ് പോലും ടാക്സിൽ പോകും. നമുക്ക് ഇങ്ങോട്ടും ടാക്സ് ഇല്ല. പക്ഷേ കുറേ സാധനങ്ങൾക്ക് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. എന്ത് സാധനങ്ങൾക്കാണ് റെസ്ട്രിക്ഷൻസ്? അവിടെയാണ് ട്രംപ് മനസ്സിലാക്കുന്നത്. നേരത്തെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള പ്രശ്നം ട്രംപിൻ്റെ മധ്യസ്ഥതയിൽ തീർന്നു എന്ന് പറയാൻ ഇന്ത്യക്ക് അംഗീകരിക്കാൻ കഴിയാത്ത ഒരു രാഷ്ട്രീയ കാരണമുണ്ട്. നമ്മുടെ ഇവിടെ ഒരിക്കലും ഇതേ രാഷ്ട്രീയ കാരണം കാർഷിക മേഖലയുണ്ട്. കാരണം അമേരിക്ക പോലെയല്ല ഇന്ത്യയിലെ 40% ഇക്കണോമി എന്ന് പറയുന്നത് കാർഷിക മേഖല, അഗ്രികൾച്ചറൽ ഇക്കോണമിയാണല്ലോ ബേസിക്കലി ഇന്ത്യ രാജ്യം എന്ന് പറയുന്നത്. പതിയെ നമ്മൾ അഗ്രികൾച്ചർ എക്കണോമിയിൽ നിന്നും ഇൻഡസ്ട്രിയൽ എക്കണോമിയിലേക്കും സർവീസ് എക്കണോമിയിലേക്കും മാറിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ അഗ്രികൾച്ചർ എക്കണോമി നിൽക്കുമ്പോൾ ഇവിടെ ഭൂരിപക്ഷം വരുന്ന കർഷകന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇവിടുത്തെ യഥാർത്ഥ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ രണ്ടാണ്. ഒന്ന്, കാർഷിക വിപണി പൂർണ്ണമായും തുറന്നു കൊടുക്കണം എന്നാണ് ട്രംപിൻ്റെ ആവശ്യം. ഈ കാർഷിക വിപണിക്ക് ഒരു കുഴപ്പമുണ്ട്. അമേരിക്കയിൽ കൃഷിക്കാരനല്ല കൃഷി ചെയ്യുന്നത്, വ്യവസായിയാണ്. ഇവിടെ കൃഷിക്കാരനാണ് കൃഷി ചെയ്യുന്നത്. അവൻ്റെ ജീവിത മാർഗ്ഗമാണിത്. അവൻ്റെ ജീവിത മാർഗ്ഗമാണ്. അവിടെ കൃഷി ഒരു വ്യവസായമാണ്. ആ വ്യവസായം ആയിരിക്കുന്നവൻ പല പരീക്ഷണങ്ങളും നടത്തും. അവൻ ഫാക്ടറിയിലൂടെയാണ് ഈ സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നത്. അവനെ സംബന്ധിച്ചിടത്തോളം ഒരു മണ്ണ് പൂർണ്ണമായും ചൂഷണം ചെയ്ത് ആ മണ്ണിൽ കൃഷി വിളയിച്ച് കൊണ്ടിരുന്നല്ലാതെ മണ്ണിനെ സംരക്ഷിക്കേണ്ട ബാധ്യതയില്ല. പക്ഷെ നമ്മൾ കൃഷിക്കാരെന്ന് പറഞ്ഞാൽ ഞാനൊരു കൃഷിക്കാരനാണ്, എനിക്കത് ഫീൽ അറിയാവുന്ന, ഞാൻ അഭിമാനത്തോടെ പറയുന്നതാണ്. ഞാൻ എൻ്റെ മണ്ണിൽ രാസവളം പോലും ഇടത്തില്ല. ഞാൻ ഇട്ടിട്ടില്ല എൻ്റെ മണ്ണിൽ. എൻ്റെ കൃഷിയിടത്തിൽ ഞാൻ രാസവളം ഇടത്തില്ല. കാരണം എനിക്കതിനെ ഭയമാണ്. അപ്പം ചിലർ പറയാം അതൊക്കെ അശാസ്ത്രീയമായ ആയിരിക്കാം. പക്ഷെ എൻ്റെ മണ്ണിൽ ചപ്പ് കിടന്ന് ആ ചപ്പിൽ മണ്ണിര വിസർജിച്ച് ആ മണ്ണിൻ്റെ വളം കൂട്ടി ആ മണ്ണിൽ കൃഷി ചെയ്ത് കിട്ടുമ്പോൾ അത് കഴിക്കാനാണ് എനിക്കിഷ്ടം. ആ വിളവ് എനിക്ക് മതി. എനിക്കല്ലാതെ രാസവളം ഇട്ട് മണ്ണിനെ മുഴുവനായിട്ട് ചൂഷണം ചെയ്ത് വലിച്ചു വലിയ, എന്നെ സംബന്ധിച്ചിടത്തോളം 5, 8, 10 കിലോ ഉള്ള കപ്പ ഉണ്ടാവും. അത് 15, 20 കിലോ ആക്കാൻ എനിക്ക് താല്പര്യമില്ല. എന്ന് മാത്രമല്ല, നന്നായി ചാണകപ്പൊടി ഇട്ട് കൊടുക്കുകയും നന്നായി ചപ്പിട്ട് കൊടുക്കുകയും ചെയ്താൽ അത്യാവശ്യത്തിന് വിളവ് കിട്ടുമെന്ന് എൻ്റെ അനുഭവം കൊണ്ട് ഞാൻ പഠിച്ചിട്ടുള്ളൂ. നമ്മുടെ നാട്ടിൽ പണ്ട് പോലെ ചെയ്യുന്നത് കാലം ഉണ്ടായിരുന്നല്ലോ, എത്ര ഭംഗിയായ ഒരു കാര്യങ്ങൾ. എനിക്കാകപ്പാടെ സർക്കാർ ചെയ്തു തരേണ്ട സഹായം എന്താണ്? പന്നി എൻ്റെ കൃഷി നശിപ്പിക്കാതിരിക്കാൻ നോക്കണം. അതുപോലെ ഈ സർക്കാരിന് പറ്റത്തില്ല. അപ്പോൾ ഈ 40% വരുന്ന കൃഷിക്കാരനോട് അമേരിക്കയുടെ ഈ ജനറ്റിക്കലി മോഡിഫൈഡ് ചെയ്തിട്ടുള്ള ജനിതക മാറ്റം വരുത്തി, അതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം. ജനറ്റിക്കലി മോഡിഫൈഡ് വിത്തുകളും ഫലങ്ങളും എല്ലാം ഇവിടെ കൊണ്ടുവരും. അതിന് പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ ഇവരുടെ പ്രശ്നം. അതിന് പറ്റത്തില്ല. അത് അതുകൊണ്ടാണ് മോദി പറഞ്ഞ വ്യക്തിപരമായ നഷ്ടപരിഹാരം ഉണ്ടാവുമെങ്കിലും. അപ്പം ഞാൻ ഇന്ന് ഈ വിഷയം വന്നപ്പോൾ നമ്മൾ ഈ പ്രശ്നത്തിൽ ഏറ്റവും കൂടുതൽ തിരിച്ചടി കിട്ടാവുന്ന ഒരാൾ കിറ്റക്സ് ആവുക. നമുക്ക് നേരിട്ട് ഞാൻ പറഞ്ഞ പലപ്പോഴും നയങ്ങൾ പുറത്ത് വരുമ്പോൾ നമുക്കിതിൻ്റെ ഇമ്പാക്റ്റ് അറിയത്തില്ല. ഒരു നയത്തെക്കുറിച്ച് വരുമ്പോൾ അപ്പം നമുക്ക് അറിയാവുന്ന ഒരു ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് കിറ്റക്സ് ആവുക. കിറ്റക്സ് ആവുവിന് 1000 കോടിയുടെ ബിസിനസ്സുള്ള ആളാണ്. കിറ്റക്സ് ആവുവിൻ്റെ പ്രത്യേകത, ഇപ്പോൾ കിറ്റക്സ് സഹോദരന്മാർ 2 പേരാണ്, സാബുവും ബോബിയും. 2 സഹോദരങ്ങളാണ്. ഈ 2 പേരും ഒരു വീട്ടിലാണ് താമസിക്കുന്നത്. അങ്ങനെയാണ്. അപ്പൻ്റെ ആഗ്രഹമായിരുന്നു 2 പേരും ഒരു വീട്ടിൽ താമസിക്കണം. പക്ഷേ 2 കുടുംബം ഒരു വീട്ടിലാണ് താമസിക്കുന്നത്. പക്ഷേ ബിസിനസ് 2. അത് കിറ്റക്സ് സാബുവിൻ്റെ ബിസിനസ്സാണ് കിറ്റക്സ് ഗാർമെൻറ്റ്സ്, മറ്റേത് കിറ്റക്സ് എന്ന് പറയുന്നത്. അപ്പം ഈ ബോബി എന്ന് പറയുന്ന സാബുവിൻ്റെ ചേട്ടനാണ് പണ്ട് അന്നാലുമിനിയം അടക്കം പ്രധാനപ്പെട്ട ജാക്സൺ, ഇതെല്ലാം ബോബിയുടേതാണ്. അപ്പൻ തുടങ്ങിയതെല്ലാം തന്നെ ബോബിയുടേതാണ്. അപ്പോൾ ബോബി സാധാരണ ബിസിനസ് ചെയ്യുന്ന മാതിരി ആഭ്യന്തര വിപണിയിലും പല വിപണിയിലും എക്സ്പോർട്ട് എല്ലാം ഉണ്ട്. പക്ഷെ സാബു കിറ്റക്സ് ഗാർമെൻറ്റ്സ് എന്ന പേരിൽ എക്സ്പോർട്ട് മാത്രമാണ് ചെയ്യുന്നത്.
ആഭ്യന്തര വിപണിയിൽ ഒരു സാധനം പോലും ഇറക്കുന്നില്ല. ഗാർമെന്റ്സ് അപ്പോൾ കേരളത്തിൽ ഇന്ത്യയിൽ ഒരിടത്തും വെക്കുന്നില്ല. ഒരിടത്തില്ല. ഇവിടെ വിൽക്കുന്ന ഒന്നും എല്ലാം പുറത്തേക്കാണ്. മാത്രം അതിൽ മാത്രം ഫോക്കസ് ചെയ്ത് അദ്ദേഹത്തിനാണ് വലിയ കമ്പനി. കിറ്റക്സിന്റെ കയ്യിൽ മുണ്ടൊക്കെ വയ്ക്കുന്ന എല്ലാം മറ്റവരാണ്, ബോബിയുടെയാണ്. അപ്പം ഈ കിറ്റക്സ് സാബുവിന്റെ ബിസിനസ് എന്ന് പറഞ്ഞാൽ വിദേശത്തേക്കുള്ള കയറ്റുമതിയാണ്. അതിൽ തന്നെ കിറ്റക്സ് സാബുവിന്റെ 99% പോകുന്നത് അമേരിക്കയ്ക്കാണ്. കിറ്റക്സ് സാബു അമേരിക്കയ്ക്ക് വിടുന്നത് അവരുടെ വലിയ, ഇപ്പം വാൾമാർട്ട് എന്ന് പറഞ്ഞൊരു വലിയ കമ്പനിയുണ്ട്. ഇപ്പം മൾട്ടിനാഷണൽ കമ്പനി. ഈ വാൾമാർട്ടിലെ എല്ലാ സ്റ്റോറുകളിലേക്കുമുള്ള കിഡ്സിന്റെ വിയർ സാബുവിൻ്റെയാണ്, ഈ കിറ്റക്സിന്റെ. അവരുടെ ഓർഡർ പോലും തീർക്കാൻ സാബുവിന് പറ്റുന്നില്ല. അതുപോലെ ഓർഡറാണ് ഈ പറയുന്ന. അതാണ് ഈ തെലുങ്കാനയിൽ ഫാക്ടറി തുടങ്ങി 3 കിലോമീറ്റർ ഫാക്ടറി തുടങ്ങി ജോലിക്ക് വെച്ചവിടെ അവിടെ 1000 അല്ല, എത്രയോ 1000 പേരെ. എത്ര പേരെ കൊണ്ടുപോയി. അപ്പോൾ സാബുവിനെ ഇത് ബാധിക്കില്ലേ? സ്വാഭാവികമായ ചോദ്യമല്ലേ. കാരണം ഇപ്പൊ തന്നെ 25 പറയുമ്പോഴും വേറെ ഏതാണ്ട് പെനാൽറ്റി ഒക്കെ ഉണ്ട്. വേറെ 5-3 അല്ലല്ല, അല്ലാതെ തന്നെ 25% എന്ന് പറയുമ്പോൾ 33% വരും. 25 പറഞ്ഞാൽ തന്നെ. കാരണം അവരുടെ വേറെ ആന്റി ഡംപിങ് എന്നൊക്കെ പറഞ്ഞ് കുറേ സാധനമുണ്ട്. അപ്പം ഇവർ 50% ഏൽപ്പിച്ചാൽ ഇതിൻ്റെ ഒരു 60% മുകളിലേക്കും. ഇപ്പം സാബുവിൻ്റെ ഒരു ഉൽപ്പന്നം അത് ഉണ്ടാക്കുന്ന റേറ്റിൻ്റെ 60% കൂടുതൽ അധിക വിലയ്ക്ക് അവിടെ കൊണ്ട് വിൽറ്റാൽ ഒരിക്കലും വാൾമാർട്ടിന് മുതലാവത്തില്ല. വാൾമാർട്ടിന് എങ്ങനെയാണ് അത്ര വില കൊടുത്ത് കിടന്നാൽ കൊടുക്കാൻ പറ്റും? അപ്പോൾ വാൾമാർട്ട് എന്ത് ചെയ്യും? ഇത് കുറച്ച് കിട്ടാൻ സാധ്യതയുള്ള രാജ്യത്തുനിന്ന് ഇറക്കുമതി ചെയ്യും. അപ്പോൾ സ്വാഭാവികമായും 10,000-കണക്കിന് ആളുകൾ ജോലി ചെയ്യുന്ന കിറ്റക്സ് സാബുവിൻ്റെ കമ്പനി പ്രതിസന്ധിയിലാവും. ഞാൻ സാബുവിനെ വിളിച്ചു. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പ്രതിസന്ധിയിൽ തന്നെയാണ്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പ്രതിസന്ധിയിൽ തന്നെയാണ്. അതിൻ്റെ അകത്ത് സംശയമൊന്നുമില്ല. കാരണം എന്താ വെച്ചാൽ 2 പ്രശ്നം സാബു പറഞ്ഞു. ഒന്ന്, ഇപ്പോഴാണ് ഏറ്റവും വലിയ കുഴപ്പം. കാരണം ഒരു രീതി മുമ്പോട്ട് പോകുന്നതിനാണെങ്കിൽ 25%, ഇപ്പം ഇന്നലെ വരെ 25%, ഇനി ഇച്ചിരി 25 ആവുമെന്ന് പറയുന്നു. ഒരുപക്ഷെ ആ 25 അഡീഷണൽ ആയിന്ന് വരത്തില്ല. വേറൊരു പക്ഷേ ഈ 25 കുറച്ചൊന്ന് വരാം. ഇപ്പോൾ 25 കുറച്ചൊന്ന് വരാം. അതെ. അപ്പം വില എങ്ങനെ ഇട്ട് വിടും? പ്രൈസ് ടാഗ് ഇട്ട് വിടണം. അവ എങ്ങനെ വിടും? അപ്പോൾ ഈ പറയുമ്പോൾ ഇതുവരെ ഇന്നലെ വരെയുള്ള വിടാം, കുഴപ്പമില്ല, പോട്ടെ എന്ന് പറയും. പക്ഷേ ഇന്നലെ വരെയുള്ള സാധനത്തിന് ഇവർ ഈ പഴയ വിലയിട്ടിട്ട് ഇത് അവിടെ ചെല്ലുമ്പം 20% ടാക്സ് കൂടിയെങ്കിൽ ഈ വില മാറിയില്ലേ? കഴിഞ്ഞ ദിവസം ആഴ്ച ഒന്നുപോലെ അവിടെ ചെല്ലുമ്പോൾ ഷിപ്മെന്റ് കഴിഞ്ഞ് വരുമ്പോൾ വില മാറി. ഇനി 50% ആകുമോ, അത് കുറയ്ക്കുമോ? അതുകൊണ്ട് എഫക്റ്റീവ്ലി സാബുവിൻ്റെ സ്റ്റോക്ക് ഹോൾഡ് ആയിരിക്കുകയാണ്. സാബുവിൻ്റെ ഫാക്ടറിയിലെ നിർമ്മാണ പ്രവർത്തനം നടക്കുമ്പോഴും ഈ സ്റ്റോക്ക് ഹോൾഡാണ്. കാരണം ഇതൊരു ചെയിൻ വർക്കാണ്. ഇത് സാബുവിൻ്റെ കാര്യം മാത്രമല്ല, എല്ലാ അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യുന്നവരുടെ അവസ്ഥ ഇതാണ്. അപ്പോൾ എന്ത് സംഭവിക്കും? ഓഹരി വിപണിയിലും ഇടിവ് സംഭവിച്ചു. അപ്പോൾ എന്ത് സംഭവിക്കും? സാബു എന്നോട് പറഞ്ഞത് ഇതൊരു ടെമ്പററി പ്രതിഭാസമായിട്ട് ഞാൻ കാണുന്നുള്ളൂ, ഒരു താൽക്കാലിക പ്രതിഭാസമാണ്, ഇത് നിലനിൽക്കത്തില്ല. ഇതൊരു പ്രഷർ ടാക്ടിക്സ് ആണ്. അതായത് ഈ മാസം എൻഡിൽ ഇവർ 4 ആഴ്ച പറഞ്ഞിരിക്കുന്നത്. 4 ആഴ്ച പറഞ്ഞാൽ ഈ മാസം 27-ാം തീയതി വരെ പറഞ്ഞിരിക്കുന്നത്. ഇതിനു മുമ്പ് 20-ാം തീയതിക്ക് ശേഷം അമേരിക്കയിലെ പ്രതിനിധി സംഘം ഇവിടെ ചർച്ചയ്ക്ക് എത്തുന്നുണ്ട്. അപ്പോൾ ഇവരോട് ആദ്യം ഇവർ മറ്റ് രാജ്യങ്ങളോട് പറഞ്ഞതുപോലെ ഞാൻ ജൂലൈ 7-ാം തീയതി ജൂലൈ 7-ാം തീയതി ഡെഡ് ലൈൻ പ്രഖ്യാപിക്കുന്നു, 3 മാസം. ഈ ഏപ്രിൽ പ്രഖ്യാപിക്കുന്നു, 3 മാസം. നമ്മൾ അനങ്ങിയില്ല. നമ്മൾ ചർച്ച നടത്തി, ഒരിടത്ത് എത്തിയില്ല. ജൂലൈ 7-ാം തീയതി ആയപ്പോഴത്തേക്കും ഓഗസ്റ്റ് 6, പക്ഷെ ഒരിടത്ത് എത്തിയില്ല. ഓഗസ്റ്റ് 6 ആയപ്പോഴത്തേക്കും 25% അടിച്ചേൽപ്പിക്കുന്നു. എന്നിട്ട് പറയുന്നു ഇനി 27-ാം തീയതി 50% ആക്കുമെന്ന് പറയുന്നു. അപ്പോൾ ഈ 27-ാം തീയതിക്ക് മുമ്പ് നമ്മൾ അവരുടെ ബാർഗെയിനിങ്ങിന് വിധേയരായി നമ്മൾ ചേഞ്ച് വരുത്തും എന്ന് പ്രതീക്ഷിച്ചാണ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യണ്ട എന്ന് വെച്ചാൽ, ഇന്ന് മോദി പറഞ്ഞ മാതിരി വ്യക്തിപരമായ നഷ്ടമുണ്ടായാലും പുറകോട്ട് പോടില്ല എന്ന് വെച്ചാൽ അമേരിക്കയ്ക്ക് പിന്നോട്ട് വരേണ്ടി വരും. കാരണം ഇപ്പം ഇന്ന് ഞാൻ അമിതാഭ് കാന്തിൻ്റെ ഒരു ട്വീറ്റ് കണ്ടു, പഴയ CEO നിതി യോഗി. അതേപോലെ ദിസ് ഈസ് എ ഗോൾഡൻ ചാൻസ്. നമ്മുടെ ശ്രീധരൻപിള്ള പറഞ്ഞ മാതിരി ഇതൊരു സുവർണാവസരമാണെന്ന് പറഞ്ഞു. അതൊരു അതായത് അദ്ദേഹം പറയുന്നത് എന്താ വെച്ചാൽ, നമ്മൾ പരമ്പരാഗത രീതിയിൽ നിന്ന് വിട്ട് ചിന്തിച്ചാലോ വിട്ട് പരിമാറിയാൽ മാത്രമേ നമുക്ക് പരീക്ഷണത്തിൽ വിജയിപ്പിക്കും. ഇത് സത്യമാണ്. എൻ്റെ ജീവിതാനുഭവം എന്ന് പറയുന്നത്, ഞാനൊരു ബിസിനസ്സുകാരനാണ് വിശ്വസിക്കുന്നില്ല. ഇപ്പോഴും ബിസിനസ്സുകാരനല്ല, ഒരു ആക്സിഡൻ്റൽ ബിസിനസ് എന്ന് വേണം പറയാം ഈ മേഖലയിൽ.
അപ്പം എന്തെല്ലാം വലിയ പ്രതിസന്ധികൾ ഉണ്ടായിട്ടുണ്ട്, ഒരു 3-4 വലിയ പ്രതിസന്ധികൾ നമ്മുടെ നിലനിൽപ്പിനെ ബാധിക്കുന്ന തരത്തിൽ 3-4 പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു. ഈ പ്രതിസന്ധികളിൽ നിന്ന് നമ്മൾ അതിജീവിച്ചു കഴിയുമ്പോൾ നമ്മൾ അടുത്ത ലെവലിലേക്ക് വരികയാണ്. ഇത് നമ്മുടെ പേഴ്സണൽ അതിജീവിക്കാൻ നമ്മൾ കൂടുതൽ കരുത്തരാവുകയാണ്. ഇത് ഇന്ത്യ നേരിടാൻ പോകുന്ന ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത് അമേരിക്കയുമായിട്ടുള്ള ബിസിനസ് ബന്ധത്തെ ബാധിക്കുന്ന തരത്തിൽ വന്നാൽ ഇന്ത്യക്ക് ഉണ്ടാകുന്ന 3-4 ഓപ്പർച്യൂണിറ്റി. ഒന്ന്, ഇന്ത്യൻ വിപണി മറ്റൊരുപാട് ബ്രിട്ടനുമായിട്ട് നമ്മൾ സ്മൂത്തായിട്ട് റിലേഷൻഷിപ്പ് ഉണ്ടാക്കി. 0% അങ്ങോട്ട് അയക്കാം, വലിയ തോതിൽ അങ്ങോട്ട് അയക്കാൻ പറ്റും. നമ്മൾ ചൈനയോട് ഒരു അടുപ്പവും ഇല്ലാതെ മാറ്റി നിന്നാണ്. ഇന്ന് മോദി സ്ഥിരീകരിച്ചു ചൈനയ്ക്ക് പോകുന്നുണ്ടെന്ന്. ആ ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ പോകുക എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു തീരുമാനമാണ്. ഇതാ റഷ്യയിലേക്ക് എത്തിയിരിക്കുന്നു നമ്മുടെ അജിത് ഡോവല്, ഇനി ജയശങ്കറും പോകും. അപ്പം റഷ്യയുമായി സഹകരണം വർദ്ധിപ്പിക്കുക, ചൈനയുമായി സഹകരണം വർദ്ധിപ്പിക്കുക, ബ്രിക്സ് രാജ്യങ്ങളുമായി സഹകരണം വർദ്ധിപ്പിക്കുക, യൂറോപ്യൻ യൂണിയനുമായി സഹകരണം. ഇപ്പോൾ യൂറോപ്യൻ യൂണിയൻ്റെ ബ്രിട്ടനുമായിട്ടുള്ള നേരിട്ട് ബന്ധമാണ്, യൂറോപ്യൻ യൂണിയന് പോലും റോളില്ല. അപ്പോൾ ഈ പുതിയ അവസരങ്ങൾ സൃഷ്ടിക്കുകയും ഈ പുതിയ വാതായനങ്ങൾ തുറക്കുകയും പുതിയിടങ്ങളിലേക്ക് സാധനങ്ങൾ എത്തിക്കുകയും ചെയ്ത് അല്പം വ്യത്യാസം പറഞ്ഞൊരു കഥയുണ്ട്. ബ്രിട്ടനിലേക്ക് വിടും, 0% അല്ലേ, അവിടെയുണ്ടല്ലോ വലിയ മാർക്കറ്റ്. അല്ല, നമ്മുടെ നാട്ടിൽ നമുക്ക് ഒരു രീതി എന്താണ്, നമുക്ക് എപ്പോഴും നമ്മൾ കൺവെൻഷനായി തുടർന്ന രീതി എങ്ങനെ പോകുന്നതാണ് ഇഷ്ടം. ഒരു ചേഞ്ച് വരുത്താൻ പലപ്പോഴും തയ്യാറാവില്ല, അതൊരു സത്യമാണ്. അങ്ങനെ വരുമ്പോൾ നഷ്ടം അമേരിക്കയ്ക്കാണ്. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയോട് മത്സരിച്ച് നിന്നാൽ, കാരണം ചൈനയെ പിടിക്കാനൊന്നും പറ്റൂല. ചൈന ഇങ്ങനെ വളരെ കൂസലില്ലാതെ ചിരിച്ച് അവരുടെ പണിയായിട്ട് പോകും. ഇന്ത്യയും ചൈനയും കൂടെ ഒരുമിച്ച്, ഞാനൊരു കാര്യം ചോദിച്ചേ, ഈ ബ്രിക്സ് രാജ്യങ്ങളെല്ലാം കൂടി ഒരു കറൻസി ഉണ്ടാക്കിയാൽ, പണ്ടേ ചർച്ചയിലുള്ളതാണ്, ഒരു ബ്രിക്സ് കറൻസി ഉണ്ടാക്കിയാൽ ഈ കറൻസി ഡോളറിനെ വീഴ്ത്തും. കാരണം എങ്ങനെയാണ്, ഡോളർ എന്ന് പറയുന്നത് അമേരിക്കൻ ജനതയുടെ നാണയമാണ്. പക്ഷേ ആഗോളതലത്തിൽ വിനിമയം ആഗോളതലത്തിൽ അത് ഉപയോഗിക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ ഇന്ത്യയും ചൈനയും ലോക ജനസംഖ്യയുടെ നല്ലൊരു പങ്ക് അവിടെ ഉണ്ട്. സൗത്ത് ആഫ്രിക്ക ഉണ്ട്, ജപ്പാൻ അടക്കമുള്ള രാജ്യങ്ങൾ റെഡിയായിട്ട് നിൽക്കുവാണ്, ഒരുപാട് രാജ്യങ്ങളുണ്ട്. അപ്പോൾ ഇവരെല്ലാം കൂടി ഒരു കറൻസി ഉണ്ടായി കഴിഞ്ഞാൽ ഈ കറൻസിയിൽ നാണയം നടന്ന ആളുകൾ, ചെറിയ രാജ്യങ്ങളെല്ലാം ഇങ്ങോട്ട് പോരും. അപ്പോൾ ഇവർ അമേരിക്കയ്ക്ക് ഈ ബ്രിക്സിൻ്റെ കറൻസിയായിട്ട് വ്യാപാരം നടത്തേണ്ടി വരും, നിർബന്ധിതരാകും അവസാനം. അപ്പോൾ ഒരു കാര്യം ആലോചിക്കണം, നമ്മൾ കരുതുന്നതിനപ്പുറത്തേക്കുള്ള ഈ ഡോളർ എന്ന് പറയുന്ന സാധനം ലോകത്ത് എവിടെ കച്ചവടം നടത്തിയാലും അതിൻ്റെ ഒരു അംശം ലാഭവിഹിതം അമേരിക്കയ്ക്ക് കിട്ടും. അങ്ങനെയാണല്ലോ ആ ഡോളറിൻ്റെ ഒരു ലാഭവിഹിതം അവർക്ക്. അമേരിക്കയുടെ ഏറ്റവും വലിയ വരുമാനമാണ് ഡോളർ ആഗോള വിപണി ഇരിക്കുന്നത്. ഈ വാശി പിടിപ്പിച്ച് ഇന്ത്യ അത് ചെയ്യും. അടുത്ത ആഴ്ച വേറെ പ്രധാന സംഭവം നടക്കാൻ പോകുന്നുണ്ടല്ലോ. നമ്മുടെ ട്രംപും പുടിനും സെലൻസ്കി എല്ലാം കൂടെ കൂടിക്കാഴ്ച നടത്താൻ പോകുന്നെന്ന് പറയുന്നുണ്ട്. അതൊരു യാഥാർത്ഥ്യമായാൽ അത് ഒരുപക്ഷെ ഇന്ത്യയുമായിട്ടുള്ള പ്രശ്നത്തിനൊക്കെ തന്നെ നമുക്കൊരു ഇവിടെ പ്രശ്നം എന്ന് വെച്ചാൽ, ഈ ലോകത്തെ ഇപ്പോഴത്തെ ഏറ്റവും നിർണായകമായ തീരുമാനമെടുക്കേണ്ട 2 രാജ്യങ്ങളായി ഈ ചൈനയും റഷ്യയും മാറിയിട്ടുണ്ട്. ഇന്ത്യ അതുപോലെ തന്നെ ശക്തമായ രാജ്യമാണ്. പക്ഷേ ഇന്ത്യ അമേരിക്കയോടൊപ്പമായിരുന്നു. പക്ഷേ ഇന്ത്യ തുണി പൊക്കി കാണിക്കാൻ വന്ന ഇന്ത്യ തുണി പറിച്ചു കളയും, അല്ലാതെ പൊക്കുമല്ല, ഇല്ലാതാണ്. ഇതാണ് അപ്പം ഞാൻ പറഞ്ഞത്, വളരെ സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റാൻഡാണ്. ഇവർ മനസ്സിലാക്കേണ്ട കാര്യം, ലോകത്തെ ഒരു സാമ്പത്തിക മാന്ദ്യത്തിനും ഇന്ത്യ തകർക്കാൻ കഴിഞ്ഞിട്ടില്ല. അമേരിക്കയിലെ ബാങ്ക് മുഴുവൻ പൊളിഞ്ഞു വീഴുന്ന സമയത്ത് ഇന്ത്യക്ക് സംഭവിച്ചിട്ടില്ല. കാരണം ഒന്നാമത്തെ കാര്യം, നമുക്ക് പ്രകൃതി വിഭവങ്ങളാണ്, നമുക്കൊന്നുമില്ല. ഇപ്പം നമുക്കൊരു ഭരണമില്ലെങ്കിൽ, ഇപ്പം ഞാൻ പറഞ്ഞത്, എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ പറമ്പിൽ കിട്ടുന്ന സാധനങ്ങൾ എനിക്ക് ഒന്നുമില്ലെങ്കിൽ എനിക്ക് ജീവിക്കാം, എല്ലാ സംവിധാനം പോയി. എനിക്ക് എൻ്റെ കൃഷി കപ്പയിടാം, കാച്ചിൽ നടാം, ചേന നടാം, ചീനിക്കിഴങ്ങ് നടാം, പയർവർഗ്ഗങ്ങൾ നടാം, പഴവർഗ്ഗങ്ങൾ നടാം, മഞ്ഞൾ നടാം. എനിക്ക് ഒരു സാധനം വിൽക്കണ്ട, എനിക്ക് ജീവിക്കാനുള്ള മുഴുവൻ എൻ്റെ പറമ്പിൽ. എനിക്ക് ഒരു പണി, നമുക്ക് തൊഴിലെല്ലാം നഷ്ടപ്പെടുന്ന അവസ്ഥ ആലോചിച്ചു. ഞാൻ എൻ്റെ പറമ്പിൽ കുത്തിയിരുന്ന എനിക്ക് ഈ നമ്മുടെ നാട്ടിലെ ഓരോ മനുഷ്യൻ്റെ അവസ്ഥയാണ്. അവനുള്ള സ്ഥലം, അവൻ്റെ ടെറസിൽ അവൻ പച്ചക്കറി നടും. ഇപ്പോൾ വ്യാപകമാണ് എല്ലായിടത്തും, എല്ലാ വീടുകളിലും ഇപ്പോൾ സ്വയം കഴിഞ്ഞു. അപ്പം ഇന്ത്യയെ അത്ര എളുപ്പത്തിൽ, ഇത്രയും നാച്ചുറൽ റിസോഴ്സസ് ഉള്ള ഇന്ത്യയെ അത്ര എളുപ്പത്തിൽ ഇവർക്കാർക്കും. അതേസമയം മറ്റു രാജ്യങ്ങളുടെ സ്ഥിതി അങ്ങനല്ല, എല്ലാം വാങ്ങുവാണ്, ഒന്നും ഉണ്ടാക്കുന്നില്ല. ഈ വാങ്ങി തിന്നുന്ന സാധനം കിട്ടാനില്ല എന്ത് ചെയ്യും? നമ്മൾ തമിഴ്നാട്ടിൽ നിന്ന് ലോറി ഇങ്ങോട്ട് വന്നില്ലെങ്കിൽ കേരളത്തിൽ പച്ചക്കറി നടക്കുമെന്ന് പറഞ്ഞാൽ മതി. അപ്പം ഈ ഇന്ത്യയിലെ സ്ഥിതി അങ്ങനെയല്ല എന്ന് ഇവർ തിരിച്ചറിയുന്നില്ല, ഒന്നാമത്തെ. അതുകൊണ്ട് എപ്പോഴും ഞാൻ മനസ്സിലാക്കുന്നത്, ട്രംപിൻ്റെ പ്രഖ്യാപനം ഒരു വിരട്ടൽ മാത്രമാണ്. എല്ലാവരും വിരട്ടിയാണല്ലോ കാര്യം വിരട്ടി സാധിച്ചു. ഇന്ത്യ വിരട്ടലിന് വഴങ്ങാതെ വന്നപ്പോൾ ഒന്ന് ഭയപ്പെടുത്തി നോക്കിയതാണ്. ഇന്ത്യ വഴങ്ങാതെ നട്ടലുയർത്തി പിടിച്ചാൽ ഇതൊരവസരമായി മാറും. അമിതാഭ് കാന്ത് പറഞ്ഞതുമാതിരി. കാരണം നമ്മൾ വമ്പനായ അമേരിക്കയുടെ മുമ്പിൽ വിരളാതെ പിടിച്ചു നിന്നു എന്നുള്ളത് അമേരിക്കയ്ക്ക് താഴ്ത്തു വരും. ചൈന ആദ്യം ഒരു വിരട്ടി 250% കൊണ്ടാക്കി, അവരും കൂട്ടി, എന്നിട്ട് തിരിച്ച് 30 വന്നില്ലേ?
അവർ ഓരോ സ്റ്റെപ്പ് കൂട്ടുമ്പോൾ 2 സ്റ്റെപ്പ് അവരും കൂട്ടാൻ തുടങ്ങി. തിരിച്ചു വന്നില്ലേ? പിന്നെ അല്ലാതെ. ഇപ്പൊ തരൂര് പറഞ്ഞിരിക്കുന്നത് 50% നമ്മൾ ഓടിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ വെല്ലുവിളിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, നമ്മൾ നമ്മുടെ വഴിയെ പോവുക. ഇവിടെ ഒരിക്കലും ഒന്ന് കാർഷിക വിപണിയിൽ അമേരിക്കയ്ക്ക് തുറന്നു കൊടുക്കാൻ പറ്റത്തില്ല. അത് തുറന്ന സാഹചര്യമാണ്. ഇപ്പോൾ എനിക്ക് അത്ഭുതപ്പെടുത്തിയൊരു കാര്യം, ആദ്യമായിട്ട് രാഹുൽ ഗാന്ധിയിൽ നിന്നും ഞാൻ ഈ രാഹുൽ ഗാന്ധിയോടുള്ള ഏറ്റവും വലിയ പരാതി എന്ന് പറഞ്ഞാൽ പൊളിറ്റിക്സ് അറിയത്തില്ല എന്നുള്ളതാണ്. ഞാൻ ഈ അടുത്ത കാലത്ത് രാഹുൽ ഗാന്ധിയിൽ നിന്ന് ആദ്യമായിട്ട് നല്ലൊരു വാക്ക് കേട്ടു. ട്രംപിനോടുള്ള നമ്മുടെ മറുപടിക്ക് ഒപ്പം നിൽക്കുന്നു, ഇന്ത്യയുടെ നിലപാടിനൊപ്പം നിൽക്കും, കേന്ദ്ര സർക്കാരിനൊപ്പം നിൽക്കുന്നു. അത് നന്നായത്. കാരണം ആരെങ്കിലും പറഞ്ഞു കൊടുത്തു, അല്ലെങ്കിൽ കഴിഞ്ഞ ആഴ്ച പൊളിഞ്ഞ ഇക്കോണമി എന്ന് പറഞ്ഞപ്പോൾ അത് ശരിയാണെന്ന് പറഞ്ഞ ഇപ്പം ശക്തമായി അത്തരത്തിൽ ഞാൻ പറഞ്ഞ ആദ്യമായി ഈ പഹൽഗാം ഉണ്ടായപ്പോൾ പോലും രാഹുൽ ഗാന്ധി ഒരുമിച്ച് നിന്നിട്ടില്ല. അതെ. പക്ഷേ ട്രംപുമായിട്ടുള്ള യുദ്ധത്തിൽ നിൽക്കുന്നില്ല. അപ്പം ഇവിടെ ഒരു വീഴ്ച പറ്റിയാൽ, ഇവിടെ ഒരു വിട്ടുവീഴ്ച ചെയ്താൽ അമേരിക്കയുടെ ഈ കാർഷികോൽപ്പന്നങ്ങളും ഡയറി ഉൽപ്പന്നങ്ങളും ഇങ്ങോട്ട് വന്നാൽ ഇവിടുത്തെ കാർഷിക വിപണി തകർന്നു പോകുന്നത് മാത്രമല്ല, മുഴുവൻ കർഷകർ തെരുവിലിറങ്ങും. ഒരു കർഷക യുദ്ധം കണ്ടതാണ്. സർക്കാർ കീഴടങ്ങേണ്ടി വന്നതാണ്. അവിടെ ചെന്നിട്ട് ഇയാൾ പറയും പോലെ അത് തുറന്നു കൊടുക്കാൻ പറ്റുമോ? അങ്ങനെ അതുകൊണ്ട് അതാണ് അവരുടെ പ്രശ്നം. അതിന് വഴങ്ങാതെ മുമ്പോട്ട് പോയേ പറ്റൂ. ഇന്നിപ്പോൾ സോഷ്യൽ മീഡിയയിൽ കാണുന്ന ഒരു കാര്യം, ഈ KFC പോലുള്ള അമേരിക്കൻ സ്ഥാപനങ്ങൾ നമ്മൾ ബഹിഷ്കരിക്കണമെന്നൊരു ആഹ്വാനം പലരും തുടങ്ങിയിട്ടുണ്ട്. ഇതൊന്നും നടക്കത്തില്ല. ഈ ബഹിഷ്കരണം ഇപ്പം ഞാൻ ചോദിക്കട്ടെ, ചൈനീസ് ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കണമെന്ന് നമ്മൾ ഭയങ്കര സമരമല്ലായിരുന്നു? മറ്റേ എന്തോ നമ്മുടെ ഡോക്ലാം അന്നത്തെ കയ്യേറ്റ വിഷയത്തിൽ ചൈനീസ് കമ്പനികൾക്ക് വല്ലതും പറ്റിയോ? ഇപ്പം ഞാൻ ഈ അടുത്ത കാലത്താണ് എവിടെ തിരിഞ്ഞു നോക്കിയാലും നല്ല അടിപൊളി ഒരു കാറ് കാണാം, നല്ല പുറകെ നല്ല കത്തുന്ന ലൈറ്റൊക്കെ ഉള്ള നല്ല ഡിസൈനുള്ളൊരു കാറ്. ഞാൻ ഈ ടെസ്ലയാണോ? അല്ല, BYD ചൈനീസ് കാർ. എവിടെ ഈ കേരളത്തിൽ എവിടെ ചെന്നാലും BYD ഉണ്ട്. ഞാൻ 10-12 ലക്ഷം രൂപ താഴെയുള്ള അതിൻ്റെ വില. ഒരു കൂറ്റൻ കാർ പോലെ നല്ല സൂപ്പർ കാറ്. ഞാൻ പറഞ്ഞത് അതൊന്നും ബഹിഷ്കരണം. കാരണം ജനം അവൻ്റെ കയ്യിലെ പോക്കറ്റ്, സർക്കാർ തന്നെ കാശല്ല, എൻ്റെ പോക്കറ്റിലെ കാശ് എടുത്ത് കൊടുക്കണമെങ്കിൽ എനിക്കിഷ്ടമുള്ള, എനിക്ക് ഗുണമുള്ള, അതുകൊണ്ട് ഈ ബഹിഷ്കരണമൊക്കെ വെറുതെയാണ്. അതൊക്കെ വെറുതെ നമുക്കൊരു ഓളം വെക്കാൻ കുറച്ച് പേര് പോകുന്നല്ലാതെ എന്തോ ഒരു ബഹിഷ്കരണം. അത് മാത്രമല്ല, ഈ ആധുനിക കാലത്ത് ബഹിഷ്കരണം ഒന്നും ശരിയല്ല. നമ്മൾ ചെയ്യേണ്ടത് കൃത്യമായ സ്റ്റാൻഡ് എടുക്കുന്നു. ഇപ്പം എന്തായാലും ഇപ്പോൾ ഈ ട്രംപും മോദിയും തമ്മിലുള്ള ഭിന്നത, ഇന്ത്യ അമേരിക്ക തമ്മിലുള്ള ഭിന്നത ഇന്ത്യക്ക് ഗുണകരമാവുകയും, കാരണം ഇന്ത്യ അടിയുറച്ച് മുമ്പോട്ട് പോയാൽ ട്രംപിൻ്റെയോ അമേരിക്കയുടെ ഭീഷണിക്ക് വഴങ്ങുന്ന രാജ്യമല്ല എന്ന് തെളിയിച്ചാൽ, ഇന്ത്യ കരുത്തുള്ള രാജ്യമാണെന്ന് തെളിയിക്കുകയും പിടിച്ചു നിൽക്കാൻ കഴിയും ചെയ്താൽ ട്രംപിന് മുട്ടുമടക്കേണ്ടി വരും. മാത്രമേ ചൈനയിലോട്ട് പോകുന്നുണ്ട്, അവിടെ എന്തൊക്കെയാണ് സംഭാഷണം നടക്കാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് അടിസ്ഥാനപരമായി ഇതൊരു സുവർണാവസരമാണ്. ഇന്ത്യയുടെ മുമ്പിൽ ട്രംപിന് മുട്ടുകുത്തേണ്ടി വരും, ട്രംപിന് നിലപാട് തിരുത്തേണ്ടി വരും, ട്രംപിനെ പതിയെ പറഞ്ഞ വാക്കുകളൊക്കെ വിഴുങ്ങേണ്ടി വരും. കഴിഞ്ഞ ദിവസം ബ്രസീൽ പ്രസിഡന്റ് പറഞ്ഞതല്ല, ഞാൻ വേണമെങ്കിൽ മോഡിയുടെ സംസാരിക്കും, തന്നോട് സംസാരിക്കില്ല എന്ന് പറഞ്ഞു. അല്ല, അത് ആ ലെവലിലേക്ക് മാറും. അപ്പം ഞാൻ പറഞ്ഞു, ഇങ്ങനെ സ്ട്രോങ് നിലപാടെടുത്താൽ ഇന്ത്യ അംഗീകരിക്കുന്ന രാജ്യങ്ങളുടെ എണ്ണം കൂടും. സ്ട്രോങ് ആയിട്ടൊരു ലീഡർഷിപ്പ് എവിടെയുണ്ടോ ആ ലീഡർഷിപ്പിനോട് ജനങ്ങൾ പറഞ്ഞ ആള് വേണോ ഉള്ളിടത്തല്ലേ ആള് നിൽക്കുകയുള്ളൂ. എന്തായാലും ട്രംപ് സ്വയം കുഴിച്ച് മുമ്പോട്ട് പോവുകയാണ്. ഈ യുദ്ധത്തിൽ ഇന്ത്യക്ക് അല്പം പോലും പുറകോട്ട് പോകാൻ കഴിയില്ല. നല്ല സൂപ്പർ നിലപാടാണ് മോദി എടുത്തിരിക്കുന്നത്. ഈ മോദിയുടെ നിലപാട് രാഹുൽ ഗാന്ധിക്ക് പോലും വന്നിരിക്കുന്നു. അതുകൊണ്ട് ആ യുദ്ധം മുമ്പോട്ട് പോവുക. ഇന്ത്യയാണ് ശരി, ട്രംപ് അല്ല, അമേരിക്ക അല്ല. അത് മനസ്സിലാക്കി ട്രംപ് തിരുത്തുന്ന കാലം വിദൂരമല്ല. നന്ദി, നമസ്കാരം.